ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള കലാകാരന്മാരെ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കോസ്മോപൊളിറ്റൻ അറ്റ്മോസ്ഫിയർ സർക്കസിന് ലഭിച്ചത്? ഒരു ഇതിഹാസം എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ പല സർക്കസ് കമ്പനികൾ ഒരു 100 കൊല്ലം മുമ്പേ തന്നെ ഒരു 10-20 വിദേശ ട്രൂപ്പുകൾ തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഉണ്ടായ സർക്കസ് കമ്പനികളിൽ പല വിദേശ ട്രൂപ്പുകൾ അവരൊരു ഫാമിലി ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള കലാവൈഭവം എന്ന് വെച്ചാൽ ഒരു മേയഭ്യാസത്തിൻ്റെ വ്യത്യസ്തത, അതിൻ്റെ കഴിവിൻ്റെ പ്രദർശനം നമുക്ക് ആ ഒരു വേദിയിൽ കാണാൻ പറ്റുന്ന ഒരു അവസരം. ഇന്ന് ഞാൻ അതുകൊണ്ട് തന്നെ ഈ സർക്കസിലെ ഓരോ കഴിവിൻ്റെ ഇതും ഒരു ഒളിമ്പിക്സുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തിയിരുന്നു. കാരണം ഇതിൽ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന ഓരോ കഴിവിൻ്റെ ഒരു പ്രദർശനമാണ്. ഈ പ്രദർശനവും ഏറ്റവും മികച്ച പ്രദർശനങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഫോറിൻ ആർട്ടിസ്റ്റ് കൊണ്ടുവന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഇപ്പം ഉസ്ബെക്കിസ്ഥാനിൽ അവർക്കൊരു സർക്കസ് കോളേജ് ഉണ്ട്. ആ സർക്കസ് കോളേജിൽ അതിൻ്റെ ട്രെയിനിങ് ഒരു 4 വർഷത്തെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ ശരിയായ ഒരു ഗ്രൂമിങ്, ഏത് വിധത്തിൽ അതിൻ്റെ കോറിയോഗ്രാഫി, അതിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മളെ ഇന്ത്യൻ ജനതയ്ക്ക് തന്നെ കാണാനൊരു അവസരം ലഭിക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് ചൈന ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, റഷ്യൻ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, അമേരിക്കൻ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ സർക്കസ് ഇവിടെ ഇന്ത്യയിൽ തന്നെ നടന്ന പല സർക്കസ് കമ്പനികളിലും കമല സർക്കസിൽ അമേരിക്കൻ ആർട്ടിസ്റ്റ് വരെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ആയിരുന്നു അന്നും നമ്മൾ കാഴ്ചവെച്ചത്. എന്ന് വെച്ചാൽ ഏറ്റവും മികച്ച പ്രകടനം, ഏറ്റവും മികച്ച മേയഭ്യാസത്തിൻ്റെ കഴിവ് പ്രദർശിപ്പിക്കുക, ഇത് ചെയ്യാൻ പറ്റുന്ന സർക്കസിൽ തന്നെയാണ്. അത് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ കുറേ കൊല്ലമായിട്ട് ഈ ഒരു ട്രെൻഡ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഈ കോസ്മോപൊളിറ്റൻ അല്ല ഒരു ഇൻ്റർനാഷണൽ ആസ്പെക്റ്റ് തന്നെ വരും ഈ സർക്കസിൽ. ഈ ചെറിയ പ്രായത്തിൽ കുട്ടികളുടെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിളായിരിക്കും, വളരെ സപ്പിളായിരിക്കും. എന്നുവെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഇന്ന് ഒളിമ്പിക്സിൽ തന്നെ കാണുന്ന ആ ഫ്ലെക്സിബിലിറ്റീൻ്റെ മികവാണ്, ആ സപ്പിൾനെസ്. ആ ബോഡി, ഈ ശരീരം, ഈ കുട്ടി എങ്ങനെ ഒരു റബ്ബറിനെ പോലെ വളച്ചൊടിക്കുന്നു എന്നുള്ള കണ്ടിട്ട് തന്നെ ആൾക്കാർ അന്തം വിട്ടു പോകുന്നു. കാരണം ആ ഒരു സപ്പിൾനെസ് ഇവർ അച്ചീവ് ചെയ്യുന്ന എങ്ങനെയാണ്? നിരന്തരമായ പ്രാക്ടീസ്. 5-6 വയസ്സ് 7 വയസ്സ് മുതൽ തന്നെ തുടങ്ങിയിട്ടുള്ള ആ പ്രാക്ടീസ് ആണ് ഇവർ അവസാനം ഒരു 15-16 വയസ്സിൽ ചെയ്യുന്ന ആ ഫ്ലെക്സിബിലിറ്റീൻ്റെ ഏറ്റവും മികച്ച ആ ഒരു പെർഫോമൻസ്. അത് ഈ ഒരു ട്രെയിനിങ് ആണ്, സപ്പിൾനെസ്. ലോകത്തിൽ തന്നെ ഇന്ത്യ പേരെടുത്തത് യോഗേൻ്റെ ഓരോ ഇതിലും വന്നത് എന്തുകൊണ്ടാണ്? ബോഡീൻ്റെ സപ്പിൾനെസ്സിൻ്റെ ഒരു പ്രദർശനം. ഇപ്പം നമ്മൾ ഈ ബോൺലെസ് ആക്ട് അത് കണ്ടിട്ട് ഉടനെ സുനിൽ ദത്ത് പറയുകയുണ്ടായി ഡൽഹിയിലെ പരിപാടിയിൽ വെച്ചിട്ട്, ഈ കുട്ടീനെ എനിക്ക് ഒളിമ്പിക്സിൽ അയക്കണം, കാരണം എനിക്ക് എന്നാൽ ഒരു മെഡൽ എന്തായാലും കിട്ടും. കാരണം ഇതാണ് ഈ ബോഡീൻ്റെ ഫ്ലെക്സിബിലിറ്റീൻ്റെ മികവ്. അത് നമുക്ക് ഒളിമ്പിക്സിൽ വരെ പ്രദർശിപ്പിക്കാൻ പറ്റും, കാണാനും പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാവും. പല യോഗാസനസിൻ്റെയും പോസ്ചേഴ്സ് ഇതിൽ പലപ്പോഴും കാണാൻ സാധിക്കാറുണ്ട് പെർഫോമൻസിൽ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുത്തുന്നത് തന്നെയാണോ അതോ അത് ആക്സിഡൻ്റലി അങ്ങനെ ആകുന്നതാണോ? ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 2 കാര്യങ്ങളാണ് സർക്കസിൽ വളരെയധികം സ്വാധീനിച്ചത്. ഒന്ന്, കേരളത്തിൽ ഉത്ഭവിച്ചത് കൊണ്ട് തന്നെ കളരിപ്പയറ്റിൻ്റെ സ്വാധീനം സർക്കസിൽ വളരെയധികം ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് അതിന് പുറമെ യോഗേൻ്റെ സ്വാധീനം വളരെയധികം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിലെ പല കലാകാരന്മാരും പല ട്രെയിനേഴ്സും യോഗ പഠിച്ച് പരിശീലിച്ചവരാണ്. ഈ ബോഡീൻ്റെ സപ്പിൾനെസ് കണ്ടിട്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ അമേരിക്കയിലുണ്ടായ ഒരു സംഭവം പറയാം. ഒരു ആൾ അവിടെ പോയി ഇങ്ങനെ പദ്മാസനിലിരുന്ന് അനങ്ങാണ്ടിരുന്ന കണ്ടപാട് തന്നെ 10-25 ആൾ അയാളെ ചുറ്റും വന്നിരുന്നു. കാരണം ഇയാളെങ്ങനെ ഇരിക്കുന്നത്? കാരണം ഈ ബോഡീൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ് ഒരു അതിശയം ഉണ്ടാക്കുന്നത്. ആ ഒരു ആസ്പെക്റ്റ് തന്നെയാണ് നമ്മളിപ്പോൾ സർക്കസിൽ ചില ഐറ്റംസിൽ കാണുന്നത്. അപ്പോൾ യോഗേൻ്റെ ഇൻഫ്ലുവൻസ് സർക്കസിലും ഉണ്ടായിട്ടുണ്ട്. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചില പോസ്ചേഴ്സ്, ചില ആസനങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ സർക്കസിലും കാണുന്നത്. അത് സാധാരണമായി ഒരു കുട്ടിക്കും ചെയ്യാൻ പറ്റാത്ത സാധാരണയായിട്ടുള്ള കുട്ടികൾക്ക് ഒരു 3 കൊല്ലം അല്ലെങ്കിൽ 4 കൊല്ലം പ്രാക്ടീസ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ പോസ്ചേഴ്സ് തന്നെയാണ് നമ്മൾ സർക്കസിലും ചിലത് കാണുന്നത്. കേരളത്തിലെ അച്ഛനമ്മമാർ എന്തുകൊണ്ടാണ് കുട്ടികൾ എപ്പോഴും ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് പോകുന്നതിനെ കുറിച്ച് അവരെ പ്രൊമോട്ട് ചെയ്യാത്തത്? എന്തുകൊണ്ടായിരിക്കാം? ഏതൊരു പ്രൊഫഷനിലും ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന ഘടകം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മക്കൾ നമ്മൾ ഏറ്റവും ഉയർന്ന വരുമാനം കിട്ടുന്ന ഒരു പ്രൊഫഷനിലേക്കാണ് അയക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പം ഇന്ത്യയിലോ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പ്രിഫറൻസ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഫിലിം ഇൻഡസ്ട്രിയാണ്, പിന്നെ ടെലിവിഷൻ ഇൻഡസ്ട്രി,
ഈ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടേ കുട്ടികൾ അതിലേക്ക് അയക്കുന്നുള്ളൂ. നേരെ മറിച്ച് സർക്കസിലേക്ക് പണ്ടുണ്ടായ ഒരു സാഹചര്യം ഓർത്തിട്ടോ അല്ലെങ്കിൽ മേ ബി അതിൻ്റെ വേറെ ഒരു ആസ്പെക്ട്സ് ഓർത്തിട്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ട്രാവലിംഗ് ആസ്പെക്റ്റ് ഓർത്തിട്ട് തന്നെയാണ് ഇതിലേക്ക് ആൾക്കാർ വരാത്തത്. നേരെ മറിച്ച് ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും സൗന്ദര്യവും ഏറ്റവും ആകർഷണവുമുള്ള പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവരെ ഫസ്റ്റ് പ്രിഫറൻസ് സർക്കസാണ്. കാരണം സർക്കസിന് വലിയൊരു മതിപ്പുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ക്രിക്കറ്റിനാണ് ഏറ്റവും വലിയ മതിപ്പ്, ഫിലിമിനും ഒരു മതിപ്പുണ്ട്. ആ ഒരു മതിപ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൾക്കാർ ഇനിയും കൂടുതൽ ഇതിൽ വരാൻ പറ്റും. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഉള്ള ട്രെയിനേഴ്സ് എല്ലാം ഒരു കാലത്ത് തിളങ്ങുന്ന താരങ്ങളായിരുന്നു. ഇപ്പം നമ്മൾ എൻ്റെ അടുത്തിരിക്കുന്ന ദാസേട്ടൻ തന്നെ ഒരു കാലത്ത് തിളങ്ങുന്ന താരമായിരുന്നു. അങ്ങേര് ജെമിനി സർക്കസിലും പിന്നെ വേറെ ജംബോ പിന്നെ ജോലി ചെയ്ത് 10-30 കൊല്ലത്തെ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഇവർ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. അതിന് പുറമെ പുത്തൻ ഇനങ്ങൾ, ഇപ്പോൾ റഷ്യൻ ആർട്ടിസ്റ്റ് അവതരിപ്പിച്ച ഒരു റിംഗ് റോളർ ബാലൻസ്, ഈ ഇങ്ങനത്തെ പുതിയ ഐറ്റംസ് ഈ മാഷ് കണ്ട് മനസ്സിലാക്കി ട്രെയിൻ ചെയ്ത് ഇവരെ പഠിപ്പിച്ചു. അപ്പോൾ അങ്ങനെ കുറേ ഇന്നോവേഷൻസ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു സർക്കസ് അക്കാഡമി ഉണ്ട്. ആ സർക്കസ് അക്കാഡമിയിൽ അവർ എല്ലാ കൊല്ലവും പുതിയ പുതിയ ഐറ്റംസും പുതിയ പുതിയ ഇനങ്ങൾ കൊണ്ടുവരും, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ഐറ്റംസ് കണ്ട് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ഒരു അക്കാഡമി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് പിന്നെ അങ്ങനെ ഒരു ഇന്നോവേഷൻസ് നടക്കാതെ വന്നത്. ഇല്ലെന്നാണ് തോന്നുന്നത്. തന്നെയല്ല, വളരെ മൃഗങ്ങളെ കണ്ട അത്ര ആകർഷകമായിട്ട് തോന്നില്ല, വളരെ ശുഷ്കമായി അല്ലേ, അങ്ങനെയാണ് ഒരു തോന്നൽ. ഇതിൻ്റെ എതിരായിട്ട് മേനക ഗാന്ധി ആയിരുന്നു പ്രധാനമായിട്ട് രംഗത്ത് വന്നത്. വന്യമൃഗങ്ങളുടെ നിരോധനം വന്നതിന് ശേഷം ഇങ്ങേര് പറഞ്ഞ പോലെ സർക്കസിനെ ചെറുങ്ങനെ ബാധിച്ചു. പക്ഷേങ്കിൽ ഞാനത് പൂർണ്ണമായി നിഷേധിക്കുന്നു. കാരണം ഇന്നും സർക്കസിന് കാണാൻ കുട്ടികൾക്ക് വളരെയധികം താല്പര്യമുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഈ ITC പോലത്തെ വൻകിട മൾട്ടിനാഷണൽ കമ്പനി എന്ന് വെച്ചാൽ അവരെ ചോക്ലേറ്റ്സ് നമ്മളെ സർക്കസ് മുഖേനയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഈ ഒരു ബ്രാൻഡ് ടൈപ്പ് ചെയ്യാനുള്ള പ്രധാന കാരണം തന്നെ സർക്കസിൻ്റെ പോപ്പുലാരിറ്റിയാണ്. ഇതിന് തെളിവുണ്ട്. ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും പ്രശസ്തമായ മാർക്കറ്റിംഗ് ഏജൻസിയെ അവർ നിയോഗിച്ചു. IIM കാൽക്കറ്റയിലെ MBA സ്റ്റുഡൻസാണ് വന്നിട്ട് സർവേ നടത്തിയത്. അവർ വന്നിട്ട് സർക്കസിൽ ശനിയാഴ്ചയും ഞായറാഴ്ചകളിലും ഉള്ള അവധി ദിവസങ്ങളിൽ കുട്ടികൾ ആ തിരക്ക് കണ്ടിട്ട് അവർ ഓരോ കുട്ടികളെയും പോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു. അവരൊരു സർവേ അനാലിസിസ് നടത്തി. ആ അനാലിസിസ് നോക്കുവാണെങ്കിൽ തന്നെ ഇതിൽ ഒരു സംശയവുമില്ല, ഇന്നും കുട്ടികൾക്ക് സർക്കസിലോട് താല്പര്യമുണ്ട്. കാരണം ഈ കുട്ടികൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ആനയുടെ ക്രിക്കറ്റ് കളി, ഈ കുതിരയുടെ ഐറ്റംസ്, ഒരു ഡോക്ടറാണ്, ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള പല പല മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ്, പക്ഷികൾ, ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ വേറെ ഒരു സൂലും കാണാൻ പറ്റാത്ത പക്ഷികളാണ് നിങ്ങൾ ഈ ഗ്രേറ്റ് ബോംബെ സർക്കസിൽ കാണുന്നത്. മക്കാവ്, കാക്കാട്ടൂസ്, പിന്നെ ആഫ്രിക്കൻ ലോറി എന്ന പക്ഷികൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ വളരെ അപൂർവമായിട്ട്, എനിക്ക് തോന്നുന്നില്ല ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സൂലുണ്ട്. അപ്പം ആ ഒരു ആസ്പെക്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അന്നും ഇന്നും സർക്കസിലെ വ്യത്യസ്തത നമ്മൾ നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും സർക്കസിനുള്ള പോപ്പുലാരിറ്റി. ഇവിടെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന് ഒരു എക്സ്പ്ലനേഷനും ആവശ്യമില്ല. കാരണം നിങ്ങളിവിടെ വെള്ളി ശനിയും ഞായറും നോക്കുകയാണെങ്കിൽ ആ ഹോളിഡേയ്സിലുള്ള തിരക്ക്, ജനങ്ങൾ ആ ഒരു ആവേശം ഇതിൻ്റെ ഒരു തെളിവ് തന്നെ. അതിശയത്തിൻ്റെ ഒരു ഇത് കുറയുന്നുണ്ടോ? ആൾക്കാർക്ക് ഇവിടെ ലൈവായിട്ട് കാണുമ്പോൾ വലിയ അതിശയം തോന്നാത്തൊരവസ്ഥ അത് കാണാറുണ്ടോ? സിനിമയിൽ നിന്ന് ടെക്നോളജീൻ്റെ വലിയൊരു പങ്കുണ്ട്. കാരണം ഈ ഒരു 50 കൊല്ലത്തിൽ സിനിമയിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു. സിനിമയിൽ ആ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് തന്നെ പറയുകയാണെങ്കിൽ അതിശയിപ്പിക്കുന്ന തരത്തിലാണ്. ഓഫ് കോഴ്സ് അത് കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഈ ക്രിഷ് ഫിലിമിൽ ഒരു ഹീറോ പറക്കുന്ന പോലെ കാണിക്കും. അപ്പോൾ ഇതൊക്കെ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ അത് കാണുമ്പോൾ ഒരു അതിശയത്തോടെ നോക്കും. നേരെ മറിച്ച് സർക്കസിൽ ഒരു കലാകാരൻ വളരെയധികം മെനക്കെട്ട് വളരെ കൊല്ലങ്ങളോളം പ്രാക്ടീസിന് ശേഷമാണ് ഒരു 35 അടി ഉയരത്തിൽ നിന്ന് തലേമെന്ന് ആ ഒരു കമ്പീൻ്റെ മുകളിൽ ശീർഷാസനം പോലത്തെ ഒരു പോസ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഇറ്റ്സ് അൺഇമാജിനബിൾ. കാരണം ഇന്ന് എനിക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന സ്വാമി വിവേകാനന്ദൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്.
സർക്കസ് ആർട്ടിസ്റ്റിനുള്ള ആ ഒരു കോൺസെൻട്രേഷൻ, ആ ഒരു ഡിറ്റർമിനേഷനാണ് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. കാരണം അത്രയും ഭയങ്കര ഒരു കഴിവിൻ്റെ ഒരു ഇതാണെങ്കിൽ പോലും ഇന്നത് അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു സത്യമാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. അത് അംഗീകരിക്കപ്പെടുവാണെങ്കിൽ എന്ത് തന്നെയായാലും സർക്കസിനൊരു ഭാവി ഉണ്ടാവും. സർക്കസിൽ നിന്ന് ഫിലിമിലേക്ക് പോകുന്നവർ ഇപ്പോൾ കൂടിയിട്ടുണ്ടോ അവരുടെ നമ്പർ, അതോ കുറവാണോ? സർക്കസിൽ നിന്ന് ഫിലിമിലേക്ക് ഉള്ള ചാൻസ് എത്രയാണ്? ഓഫ് കോഴ്സ് ഇവിടെ പണ്ട് അങ്ങനെ 1-2 കേസ് ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ടായിട്ടില്ല. ചില കലാകാരന്മാർ എന്ന് വെച്ചാൽ ഇതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപടി അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല, പക്ഷേ കുറച്ച് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായത് തലശ്ശേരിക്ക് എന്തുകൊണ്ടാകാം? കേരളത്തിൽ തലശ്ശേരിയിലായിരുന്നു ഇന്ത്യയിൽ തന്നെ പറയാവുന്ന ആദ്യത്തെ സർക്കസ് ട്രെയിനിങ് സ്കൂൾ. നമ്മളെല്ലാവരും ആദരിക്കുകയും പൂജിക്കേണ്ട ഒരു മനുഷ്യനായ ശ്രീ കിലേരി കുഞ്ഞിക്കണ്ണനായിരുന്നു അത് ആദ്യം സ്ഥാപിച്ചത്. ഈ സർക്കസ് ട്രെയിനിങ് സ്കൂൾ സ്ഥാപിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യവും അങ്ങേര് ഒരു പ്രാവശ്യം മദ്രാസിൽ പോയി ഒരു സർക്കസ് ഷോ കണ്ടതിന് ശേഷം ഉത്ഭവിച്ചതാണ്. അതിനുശേഷം തലശ്ശേരിയിലൊരു സർക്കസ് വന്ന സമയത്തും അങ്ങേർക്ക് തോന്നി എന്തുകൊണ്ട് ഈ നാട്ടിൽ നല്ല കഴിവുള്ള ചെറുപ്പക്കാർക്ക് ഈ സർക്കസിൽ ഐറ്റംസ് അവതരിപ്പിച്ചുകൂടാ. അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങേര് ആണ് ആദ്യം തലശ്ശേരിയിൽ ഒരു സർക്കസ് ട്രെയിനിങ് സ്കൂൾ ഉണ്ടായത്. എത്ര വർഷമായി കാണാൻ തുടങ്ങിയിട്ട്? അത് ആദ്യം 1890 തുടങ്ങിയിരുന്നു, പിന്നെ അത് നിർത്തി, പിന്നെ 1901 പിന്നെയും തുടങ്ങി ചെറുക്കരയിൽ ട്രെയിനിങ് സ്കൂളായിട്ട്. അതിൽ നിന്ന് ഉണ്ടായ ഒരു പ്രശസ്തമായ ഒരു കലാകാരനായിരുന്നു കണ്ണൻ ബംബായോ. ഈ കണ്ണൻ ബംബായോ എന്ന് പറയുന്ന കലാകാരന് ബെട്രം മിൽ സർക്കസ് ലണ്ടനിൽ ആദ്യം ക്ഷണിച്ചു. അതിനുശേഷം ഇങ്ങേര് റിംഗ്ലിംഗ് ബ്രദേഴ്സ് എന്ന് പറയുന്ന പ്രശസ്തമായ അമേരിക്കൻ സർക്കസ് കമ്പനിയിൽ ജോലി ചെയ്തു. അവിടെ മാത്രമല്ല പല വിദേശ രാജ്യങ്ങളും ഇങ്ങേര് സഞ്ചരിച്ചപ്പോൾ ഇങ്ങേർക്ക് 32 സ്വർണ്ണ പതകം ലഭിച്ചിരുന്നു. ഹി വാസ് കോൾഡ് ദ ജമ്പിങ് ഡെവിൽ. എന്നുവെച്ചാൽ അങ്ങേര് ചെയ്യുന്ന ഒരു ആക്രോബാറ്റ് കണ്ടിട്ട് അവർ ചോദിക്കുകയുണ്ടായി, ഇങ്ങേരെ കാലിൽ സ്പ്രിങ് ആണോ, അല്ലെ ഇത് മനുഷ്യനാണോ, അല്ലെ അസാമാന്യ ധൈര്യവും അസാമാന്യ കഴിവാണ് ഇങ്ങേരിൽ കാണുന്നത്. അപ്പം ആ ഒരു എബിലിറ്റി എന്ന് വെച്ചാൽ ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടാവുന്ന ഒരു സാഹചര്യം സർക്കസിന് ഉണ്ടായത് ശ്രീ കണ്ണൻ ബൊമ്പായോ മുഖേനയായിരുന്നു. അങ്ങേര് കിലേരി കുഞ്ഞിക്കണ്ണൻ സാറ് ശിഷ്യനായിരുന്നു. ആദ്യം ഈ ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു സമയത്തെ റെസ്പോൺസ്? ആൾക്കാർ ചേരാനൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നോ അന്ന് സർക്കസിൽ? ആ ഒരു കാലഘട്ടത്തിൽ സർക്കസിന് വളരെയധികം ഗ്ലാമർ തന്നെ ഉണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കേണ്ട ഒരു സത്യം തന്നെയാണ്. കാരണം അന്ന് സിനിമയില്ല, ഡ്രാമയില്ല, അന്ന് വേറെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന സംഗതിയില്ല. അത് അന്ന് പറയാവുന്ന ഒരു ഫാക്ടർ തന്നെ പറയുകയാണെങ്കിൽ സർക്കസിന് അന്ന് പൂർണ്ണ മോണോപ്പൊളി ആയിരുന്നു. ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ സർക്കസ് മാത്രമായിരുന്നു അന്നത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ്. കാരണം ഏതൊരു സ്ഥലത്തും ഒരു സർക്കസ് വന്നു കഴിഞ്ഞാൽ ആ പരിസര ഗ്രാമത്തിലും ചുറ്റുവട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും അവിടെ വന്ന് തലേന്ന് വരെ താമസിച്ച് പിറ്റേ ദിവസത്തെ ഷോ കാണാൻ വരെ നന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്രയും ഒരു എൻ്റർടൈൻമെൻ്റ് ഒരു കൺസെപ്റ്റിലെ ടോട്ടൽ മോണോപ്പൊളി സർക്കസിലുണ്ടായിരുന്നു. അന്ന് സർക്കസ് ട്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ആനിമൽസ്, മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉൾപ്പെടുന്ന ഒരു ട്രൂപ്പ് തന്നെയായിരുന്നു. ഇപ്പോഴത്തെ പോലെ ഒരു ഫുൾ ഫ്ലെഡ്ജ്? ഓഫ് കോഴ്സ് അന്ന് ഇത്ര വലിയൊരു സെറ്റപ്പായിട്ട് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എൻ്റെ അങ്കിളായ ശ്രീ ജെമിനി ശങ്കരൻ എന്ന് പറയുന്ന ജെമിനി സർക്കസിൻ്റെ ഓണർ പറഞ്ഞ സംഭവങ്ങൾ കേട്ട് വളരെ രസകരമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് കാളവണ്ടിയിലൊക്കെ ഇവർ വരുക തുടക്കത്തിൽ ചെറിയൊരു ട്രൂപ്പായിട്ട്. അതിൽ ചിലപ്പോൾ ഒരു പുലിയോ അല്ലെ ഒരു 1-2 വന്യമൃഗങ്ങളുണ്ടാവും, പിന്നെ കുറച്ച് ഐറ്റംസ്. അപ്പം വളരെയധികം നേരത്തെ പെർഫോമൻസ് ഒന്നും അല്ല ഉണ്ടാവുക, ഒരു മണിക്കൂർ 1.5 മണിക്കൂർ. പക്ഷേ ഇതിലൊക്കെ നമ്മൾ പഴയൊരു പഴഞ്ചൊല്ല് വരെ ഉണ്ടായത് ഇതൊരു കിട്ടുണ്ണി സർക്കസ് ആണോ എന്നുള്ള കാരണം ഇത് തന്നെയാണ്. ഒരാൾ തന്നെയായിരിക്കും പല ഐറ്റംസും ചെയ്യുക. എന്നുവെച്ചാൽ അയാൾ തന്നെ ചിലപ്പോൾ റിംഗ് മാഷായിട്ട് ഒരു മൃഗത്തിനെ കൊണ്ടുവരും, അയാൾ തന്നെയായിരിക്കും ചില കോമഡി ഐറ്റംസ് ചെയ്യുക. അപ്പോൾ ആ തരത്തിൽ ഒരു പേഴ്സണലി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു ഒരു കാലത്തുണ്ടായത്. അത് പിന്നെ മാറി കുറേ കലാകാരന്മാർ വന്നു. എന്നുവെച്ചാൽ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യം അന്ന് ഇവർ പറഞ്ഞ പോലെ തന്നെ വന്യമൃഗങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരുന്നു സർക്കസുകൾ. കാരണം ഇന്ന് നിങ്ങൾക്ക് അന്ന്
ഇവൻ സുനിൽ ദത്ത് ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു ഫാക്ടറാണ്. അങ്ങനെ പറയുകയുണ്ടായി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നരീൻ്റെ നിറം അല്ലെ നരി എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കാണുന്നത് സർക്കസിലാണ്. അപ്പം ആ ഒരു ആസ്പെക്റ്റ് ആയിരുന്നു അവർ അന്നുണ്ടായത്. അതുകൊണ്ട് ആ ഒരു ഇതിൽ തന്നെ